ഗൈസ്, നമ്മളിന്ന് ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണ്. ഈ ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടത്തിൽ. ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നമുക്കൊരു ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് ആയാലോ? ഉമേഷിന്റെ അഭിപ്രായം എന്താ? കാണത്തില്ല. നീ യോജിക്കുന്നു? അതെ, ഇവളുടെ ഐഡിയ ആണ് ഗൈസ് ഇത്. അപ്പൊ നമുക്കൊരു ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് വെക്കാം. എന്തായാലും ഞാൻ തോക്കും, അത് ഉറപ്പാണ്. ഉമേഷാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. തീറ്റ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മെലിഞ്ഞിരിക്കുന്നതാണെങ്കിലും കൂടുതൽ തിന്നുന്നത് അവളാണ്. ഇവർ രണ്ടുപേരുമാണ്. ഞങ്ങക്ക് പാവം ലുക്ക് മാത്രമേ ഉള്ളൂ, തടി മാത്രമേ ഉള്ളൂ. കുറവാണ്, കപ്പാസിറ്റി കുറവാണെന്ന്. കപ്പാസിറ്റിയും കുറവാണ്. നമ്മൾ സ്ലോ ഈറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മള്. ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല. ഇവിടെ KBS എന്ന് പറഞ്ഞൊരു കടയുണ്ട്. പിന്നെ ഇത് ദീപാവലി ആണ്ടത് അടച്ചിട്ടേക്കുവാണോന്നും അറിയത്തില്ല. അല്ല, എല്ലാവരും പോയിട്ടുള്ളതാണ് ആഷ്ലി ജോസഫ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറ. നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കുറെ നാളെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കിടക്കും. മതിയോ? പട്ടികളെയൊക്കെ ഈ ബാക്ക് ക്യാമറ ആക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് പുതിയ ഫോണായിട്ട് എനിക്ക് ഇതിനകത്ത് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരുപോലെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആക്കാൻ പറ്റുന്നില്ല. ഓപ്ഷൻ എവിടെ എനിക്ക് അറിയത്തില്ല. അതെ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അറിയത്തില്ല എനിക്ക്. ലിൻസ് എന്തെങ്കിലും പറയടി. നിങ്ങളെല്ലാം പരിചയപ്പെടുത്ത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് കാണിച്ചു തരാം. നെലമങ്കര ഗ്രൗണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ സ്പോർട്സ് പരിപാടിയൊക്കെ നടത്താറ്. ഇവിടെ കുറെ ഇതുണ്ട്. ഇവിടെ അത്യാവശ്യം കോളേജുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പിരികമൊക്കെ ത്രെഡ് ചെയ്യാൻ വരുന്ന ബ്യൂട്ടി പാർലർ. ഇപ്പം കാട് പോലെ വളർന്ന എല്ലാവരുടെയും പിരികം. ഏതാണ്ട് പറയാനുണ്ട്. ഭയങ്കര വേദനയാണ്, കാണുന്ന പോലല്ല. അതുപോലെ ഉമേഷിന്റെ ക്യാമറ തിന്നാ വരുന്നേ. ഉമേഷിന് ത്രെഡ് ചെയ്യണം. ത്രെഡ് ചെയ്യാൻ കയറാം. കണ്ടുണ്ടായി. ഇവിടെ നിന്ന് എന്തോ വലിയ പരിപാടിയാണ് ഗ്രൗണ്ടില്. അതെ, തിന്നുന്നതാണ്. അതെ, നമ്മുടെ കോളേജിൽ കുറെ പേര് PGക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ PGക്ക് പോകാറില്ല. നമുക്ക് അതിനോട് താല്പര്യമില്ല. പൈസയും ഇല്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ PGക്ക് പോവാത്തത്. അതെ, എന്തോ വലിയ കടകളല്ല, ചെറിയ ചെറിയ കടകളാണ്. കേറാമെങ്കിൽ നമുക്ക് സമയമുണ്ടോ? നമുക്ക് കേറാൻ. എന്തായാലും ഗാസ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണെന്ന്. ഇതാണ് ഗ്രൗണ്ട്. നല്ല വിശാലമായ ഗ്രൗണ്ടാണ്. പണി നടക്കുവാന്ന് തോന്നുന്നു. അതെ, എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന എനിക്കറിയത്തില്ല. എന്തോ ഒരു ഉത്സവപ്പറമ്പ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇവിടെ. ദീപാവലി. ഓ, സ്കൈ നോക്കൂ ഗൈസ്. കഴിക്കാൻ എന്തുണ്ട് ഗൈസ്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് പോയി ഞണ്ണിയിട്ട് വരാം. നമുക്ക് നോക്കാം എന്താണെന്ന്. കുറച്ചൊരു ക്യാമറ നിർമ്മിക്കാവും. ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇവിടെ എന്തോ പരിപാടിയാണ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഉമേഷ് നിശ്ചയം പോയിട്ടുണ്ട്. എന്നെ കാണിക്കണ്ടടി. ഞാൻ ഇങ്ങനെ ഞാൻ ജിമ്മിയാണ്. ഹനാൻഷായുടെ വീഡിയോയില് ജിമ്മിയാണ് ഞാൻ. ഇത് പടക്കക്കടയാണ് നമ്മൾ കാണുന്നത്. ആരും എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എടുക്കത്തില്ല. ഇതും പടക്കക്കടയാണെന്ന് തോന്നുന്നു. പടക്കക്കടയാണ്. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നിങ്ങൾ പോ.
കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ വേറെ പടക്കക്കടകൾ, ഇവിടെ ഫുള്ള് പടക്കക്കടകളാണ്. ഇവിടെ കോൾഗേറ്റിന്റെ ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീം കടയുണ്ട്, കാണിച്ചു കൊടുക്കും. ഇതാണ് ഗൈസ്, ഇതാണ് ഗൈസ് ആ കോൾഗേറ്റിന്റെ ടേസ്റ്റ് ഉള്ള ഐസ്ക്രീം കട. അപ്പച്ചൻ രൂക്ഷമായി നോക്കുന്നത് ക്യാമറ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൂടെ വന്നിരുന്ന 2 പേര് അവര് വരുന്നുണ്ട്. അവര് വരുന്നുണ്ട്, പോകാം, നമുക്ക് ഇവിടെ ഒന്നുമില്ല. അവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഈ കടയുടെ. എന്താണ് അഭിപ്രായം പറയുന്നത്? പടക്കങ്ങളാണ്, പടക്കങ്ങളാണ്, വേറെ ഒന്നും കൂടി ഇല്ല. നമുക്ക് ഇവിടെ പോകാം. ഓക്കെ, ബൈ ഗൈസ്. ഇതാണ് നമ്മൾ വന്ന കേക്ക് കട. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കുന്നുണ്ട് ഗൈസ് അവിടെ. ഇത് നമുക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ചെരുപ്പൊക്കെ കയറാൻ പറ്റും. പറഞ്ഞിട്ട് പോണ എന്തേലുമൊക്കെ, ചുമ്മാ കയറി പോയല്ലേ. ഇതിന്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തേലൊക്കെ പറ. എത്ര രൂപയെന്ന് നോക്കാം നമുക്ക്. ഭയങ്കര സൈലൻസ് ആണ് ഗൈസ്, ഭയങ്കര സൈലൻസ് ആണ്. പുള്ളി നോക്കി പഠിപ്പിക്കുന്നു, അതുകൊണ്ട് പേടിയാവുന്നുണ്ട്. ഇവിടെ കുറേ ആൻറ്റിക്കല്ല, ഇതെന്താ പറയുന്നത്, ദൈവികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബുദ്ധനെ കാണിച്ചു കൊടുക്കാം ജോസ്. ബുദ്ധൻ ബുദ്ധൻ ഇവിടെ കുറെ ബുദ്ധനൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കുറെ പാവങ്ങൾ, നല്ല നല്ല പാവങ്ങളാണ്. നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല പാവങ്ങളൊന്നും. എനിക്ക് പേടിയാണ് ഗൈസ്. ഇവിടെ ഉമേഷിന്റെ ഡോറിമോനെ ആരെങ്കിലും കാണുവാണെങ്കിൽ ആരെങ്കിലും കമന്റ്. മിനിയൻസ് ഉണ്ട്, മിനിയൻസ് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, എന്നെ പോലെ. അവിടെ സ്പൈഡർമാൻ ഉണ്ട് ഗൈസ്. സ്പൈഡർമാൻ്റെ ഫേവറേറ്റ് ആണ്. പീറ്റർ പാർക്കർ അല്ലെന്ന് തോന്നുന്നത്, ഒരു സ്പൈഡർമാൻ. ഇത് മറ്റേ നമ്മൾ പഠിച്ച രോഗമാണ് സ്പൈഡർമാനാണ്, തല മാത്രം വലുതാണ്. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ആ രോഗമാണ് ഇതിന്. ഇവിടെ ഒത്തിരി പാവങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. പക്ഷെ നമ്മുടെ കാശില്ലാത്തതുകൊണ്ട് ഇവിടെ വലിയ ഡ്രീം ക്യാച്ചറുണ്ട്. പക്ഷെ ഒരു ഭംഗിയില്ല കാണാൻ. പക്ഷെ ഡ്രീം ക്യാച്ചറുണ്ട്. ചേട്ടനെ ഒന്ന് കാണിച്ചു കൊടുത്തത്, പുള്ളി ഭയങ്കര കലിപ്പാക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ആ ചേട്ടൻ. ക്യാമറ കണ്ടപ്പം മാറിപ്പോവാണ്. നമ്മുടെ കോളേജിൽ ആരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, മഞ്ജുണ്ണന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫുൾ ഓഫ് മഞ്ജുണ്ണാസാണ്. ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇവിടെയാണ് നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാവരും സാധനങ്ങളും മേടിക്കാൻ വരുന്നത്. ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്, ഇവിടെ ഒത്തിരി സ്കെച്ച്, ക്രയോൺസ്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നെ കാണാമോ? കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, വലിയ സ്കെയിലും. ഞങ്ങൾ ഓരോ സെമ്മിലും ഓരോ സ്കെയിലാണ് ഇവിടുന്ന് വന്ന് മേടിക്കാറ്. റൂമിൽ നിന്ന് ആരും എടുത്തിട്ട് പോകും, തിരിച്ചുകൊണ്ട് നമുക്ക് തരത്തില്ല. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. എനിക്ക് പേടിയാവുന്നു ചേട്ടനെ, എനിക്ക് ചേട്ടനെ പേടിയാവുന്നു. കൂടെ വരുന്നോണ്ടാണ്. ചേട്ടനെയും കൂടെ എടുത്തൊരു ഹായ് കാണിക്കാൻ പറ. ഹായ്. പാവം ചേട്ടനാണ്, ഭയങ്കര സ്മൈൽ ക്യൂട്ടായിട്ടുണ്ട്. മതി ഇനി എടുക്കാം നമുക്ക് വീഡിയോ. ഇനിയിപ്പോൾ കുഴപ്പമില്ലായിരിക്കും. ഇത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇത് അപ്ലോഡ് ചെയ്യും എന്തായാലും. കോടയുണ്ട്, പിടിച്ചിട്ട് യൂട്യൂബറാണ് അറിയത്തില്ല. യൂട്യൂബറിനെ അവിടെ ഒരു പൂക്കിയാണ്. ഞാൻ പറയുന്നില്ല, വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഫ്രെയിംസ്, ഇതൊക്കെ ക്യാൻവാസ് ആണ്, പടം വരയ്ക്കാനുള്ള ക്യാൻവാസ്. കണ്ടോ, എനിക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കത്തില്ല.
ഇത് നമുക്ക് വേണ്ടതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ. പക്ഷെ ഞങ്ങൾ ബാക്കി ഇരിപ്പുണ്ടായിട്ട് ഞങ്ങൾ മേടിക്കുന്നില്ല. ഇല്ലെങ്കിൽ നമ്മളിവിടെ വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. ഇത് സിസേഴ്സ് ആണ്, ഇങ്ങനെ ഷേപ്പ് വരുന്ന ഓർക്കാൻ പറ്റുന്നില്ല. സോറി, സാധനമില്ലേ കഥയിൽ. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെയുണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ബർത്ത്ഡേ സെറ്റപ്പിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല, കാരണം ഭയങ്കര വിലയാണ്. നമുക്ക് എത്ര ആണ്? ഒരു എൽ എന്നുള്ള ലെറ്ററിന് 40 രൂപയാണ് ഇവിടെ. പോവാം നമുക്കിത് താഴോട്ട് പോകാം. ആ ചേട്ടൻ നമുക്ക് ഇവിടുമാർ ഇത്ര ഷോ കാണിച്ചിട്ടൊന്നും മേടിക്കുന്നില്ലെന്ന്. നമുക്കിനി പോവാം, താഴെ പോവാം. എല്ലാം കാണിച്ചു കൊടുക്കും. എന്തോ കാണിക്കാനാ? നല്ലൊരു വീഡിയോ ആണ്. എല്ലാത്തിനകത്തും ടൂട്ടു ഇടേണ്ടി വരും. ഉമേഷ് എന്തേടി? ഇത് ഉമേഷാണ് ഗൈസ്. ഈവിളയുടെ എന്തോ ഉണ്ട് ഇവിടെ, എന്തുവാന്ന് അറിയത്തില്ല. ഓ, മിററാണ്. വാ, വീഡിയോ എടുക്കുന്നവിടെ കാണിച്ചു കൊടുക്കാം. വാ, കാണാമോ? ഇല്ലില്ല. ചെറിയ നടന്നിട്ട് നമുക്ക് പോകാം. ഇനി താഴെ ചെന്ന് എടുക്കത്തുള്ളേ. കട അല്ല, കൊട എടുത്തോ? ഉമേഷിൻ്റെ ചേട്ടൻ ബായ് പറയാം. ബൈ. വന്നോട്ടെ, എല്ലാം പാവാടെ. ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. ഐസ്ക്രീംസ് ആണ് ഇതെല്ലാം. ഭയങ്കര ടേസ്റ്റുള്ള ഐസ്ക്രീംസ് ആണ് ഇതൊക്കെ. ഇത് ബ്ലൂബെറി, ഇതൊക്കെ ആഷ്ലിയുടെ ഫേവറേറ്റ് ആണ്. നമ്മുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇതാണ് നമ്മൾ കഴിക്കാറ്. ട്രിപ്പിൾ ലെയർ ബാർ, പേരക്കയുടെ എന്തോ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ട്രിപ്പിൾ ലെയർ. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കഴിച്ചു. അളിയൻ്റെ ഫേവറേറ്റ് ബ്ലൂബെറി. സെയിം. ഇവിടെ കുറെ പേനകൾ ഇല്ലാതെ ഇറങ്ങി തൂക്കിയിട്ടുണ്ട്, മേടിക്കാനായിട്ട്. രണ്ട് പേനയാണ് മേടിച്ചിരിക്കുന്നത്. ആഷ്ലി എന്തൊക്കെയോ പോയി നോക്കുന്നു. വെറുതെ ഷോയാണ്, ഒന്നും മേടിക്കത്തില്ല. എന്ത് റബ്ബർ പേടിച്ചത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പടക്കച്ചേട്ടൻ. പൊട്ടാസ് നോക്കാം. പുള്ളി വന്നപ്പോഴേ ചോദിച്ചു. വലിയൊരു ഡിസ്കഷൻ ആണ്. അതാണ് ആഷ്ലി എടുക്കുന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. 70 രൂപ മെസ്സി വില കണ്ടപ്പോ എല്ലാം തിരിച്ചു വെച്ചു. എടി എന്തേലും എടുത്തോണ്ട് നമുക്ക് കോൺ എടുക്കണോ അതോ മറ്റേ ഇങ്ങനെ എന്ന് പറയാം, കപ്പ് ഐസ്ക്രീം ആണോ? കപ്പല്ലേ ഇത്, സ്റ്റിക്കുള്ള ഐസ്ക്രീം എടുക്കണോന്നുള്ള കോരിത്തിന്ന് വേണം അതോ കലത്തില വേണം? രണ്ടും കലത്തിലെ കാണിച്ചു കൊടുക്കും. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു കലത്തിലെ ഐസ്ക്രീം. അത് ആഷ്ലിയാണ് എടുക്കുന്നത്. ഇല്ല ഇല്ല, ആഷ്ലിയുടെ ലാസ്റ്റ് ഇവിടെ നിന്ന് എന്തായാലും ഈ സാധനം എടുത്തിട്ട് പോകുന്നോ. എത്ര പെട്ടെന്ന് നമ്മൾ ഈ സാധനം എടുത്തില്ലെങ്കിൽ ഇവര് നമ്മളെ ഇറക്കി വിടും. 10 മണിക്കൂർ എടുക്കട്ടെ, അവർ ഐസ്ക്രീം എടുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അതിന് 70 രൂപ ഇവിടെ തണുപ്പ് പോകും. ഡിസ്കസ് ചെയ്തിട്ട് വരാന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വരാം. ബൈ കൊടുക്കും ലിൻസ. ചേട്ടൻ ഇപ്പൊ എന്നെ ഫോളോ ചെയ്താണ്. ഒരു ചേട്ടൻ വരും. ഹായ് പറ ബ്രോ. ബ്രോ വിളിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല.
വരട്ടെ, പുള്ളി വരുന്നേരം വരെ ഇവിടെ നിൽക്കാം. ഇത് നമ്മുടെ പ്രൊമോഷൻ വീഡിയോയാണ്. 3 മേടിച്ചു തരാനുണ്ട് guys. നിങ്ങൾ പറ guys, 3 മേടിച്ചു തരാനുണ്ട്. ഇത് പറ, എനിക്ക് 100 ലക്ഷമാണോ എത്ര അങ്ങനെ പറയാ 1K എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ നിനക്ക് ഞാൻ കിൻഡർ ജോയ് മേടിച്ചു തരും. എത്ര എണ്ണം? 2 എണ്ണം മേടിച്ചു തരും. സെറ്റ്. ഇനി അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അക്കയാണോ ഓണർ? ഹായ്. ഓക്കെ ബൈ. പാട് മറ്റേ നന്ദീഷ്. Yes, this is Nandish. Please subscribe my channel Kiran Vlogs. Kiran Vlogs. ഓക്കെ സബ്സ്ക്രൈബ് അല്ല, ഈ ചേട്ടന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കിരൺ വ്ളോഗ്സ്. ഓക്കെ, ആ കിരൺ വ്ളോഗ്സ് കാണിച്ചു തരാവോ യൂട്യൂബ് ചാനൽ? ಚಾನಲ್ ಬೇರೆ ತೋರಿಸ್ಬೇಕಾ ಇವ್ರಿಗೆ? പ്രോ ആണോ? പ്രോ ആണോ? ಪ್ರೋನೇ പിന്നെ Which phone? 13 You people do one thing. What? Follow Parnik. ഫോളോ ചെയ്യോ? എല്ലാരും അല്ലിയ എന്നെക്കാട്ടില് വലിയ വ്ളോഗറാണ് അണ്ണ. ഹെൽപ്പ് മാടണ്ണ. ಮಾಡೋಣ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പടക്കമൊക്കെ എടുക്കും പുള്ളിയുടെ ഇതാണ് ഇത്ര ആൾക്കാരും പടക്കം മേടിക്കാൻ നിൽക്കുകയാണ്. ഇതാണ് പടക്ക കമ്പനി ഓണർ. അതെ, അത് പൊട്ടാസ് വർക്കാണ്. ഫുള്ള് ബിസിയാണ്. അപ്പുറത്ത് പോകുന്നത് നിങ്ങളുടെ ഓണറാണ്. മതി. ഇനി എങ്ങോട്ടാ? ഉമേഷിനെ എടി സുണ്ടി ഞാൻ എന്നിട്ട് സംസാരിക്കുന്നേ. ഇനി നമ്മൾ ഉമേഷിന്റെ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ അവിടെ മേടിച്ച ഐസ്ക്രീം. വേണ്ട, അറിയാത്തൊരു വീഡിയോ എടുക്കുന്നുണ്ട്. തലയാണെങ്കിൽ വാങ്ങിച്ചാലും കണ്ടിട്ട് എനിക്ക് അത്ര വശപ്പിച്ചൊക്കെ തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഈ ഐസ്ക്രീം എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് എന്ന് കഴിക്കണം. അതാണ് നമ്മളിപ്പോൾ മെയിൻ തിങ്. പോയി കഴിക്കാം. എല്ലാരും നോക്കുന്നുണ്ട് എന്നെ. ആ പടക്കച്ചേട്ടനാണ് വല്ലാണ്ട് നോക്കുന്നത്. നമുക്ക് ഇച്ചിരി നീങ്ങി നിൽക്കാം. കുഞ്ഞ് നീങ്ങുന്ന ഐസ്ക്രീം പൊളി. അയ്യോ, മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച്. ഉമേഷിനെ തട്ടിയിട്ടിട്ടാണ് നടക്കുന്നത്. ഐസ്ക്രീം കാണാൻ ഇല്ലെങ്കിലും നല്ലതാണ്. എമ്മി എമ്മി. നിമിഷ ചിരിക്കുവാ. ആശ്ലി പൊട്ടിക്കും, ഞാൻ കാണിച്ചു തരാം. ഒന്നൊന്നോ ഇവിടെ ഇവിടെ ഇട്ട വഴക്കം അറിയത്തില്ലേ? പൊട്ടുന്നില്ല. മുഖത്തെ സന്തോഷം നോക്കൂ ഗൈസ് നിങ്ങൾ. മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നാണം.
തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ടൈം ഒട്ടുമില്ല. സമയം എത്രയായി ഇപ്പം? 1:25 സമയം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. 2 മണിയാകുമ്പോൾ നമ്മുടെ ഔട്ടിങ് കഴിയും. ഭാഗ്യമുണ്ടെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ പുറത്ത് നിൽക്കാം. പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ വ്ളോഗിൽ ഇത് കാണിക്കുന്നതായിരിക്കും. ഉമേഷിന് ഇൻസാൻ സ്പീഡ് നടക്കുകയാണ്, നമ്മൾ സ്പീഡ് നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. നല്ല രസമാണ് കാണാൻ. ഇതാണ് വഴി. ഇവിടെ എന്തോ ഗുളികയുടെ മണം വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് നടക്കാം. എൻ്റെ ഫോൺ ഷെയ്ക്ക് ആവുന്നുണ്ടായിരിക്കും, കാരണം ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ നടക്കുകയാണ്. പെട്ടെന്ന് എത്തേണ്ട കാര്യമുണ്ട് നമുക്ക്. ഒന്നാമത് കണ്ടുകൂടാ വാർഡ്ലാൻഡി. അപ്പം നമ്മൾ പെട്ടെന്ന് ചെല്ലണം. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ നമ്മളെ പുറത്ത് നിർത്തും. നമ്മൾ ചെല്ലുമെന്ന് യാതൊരുവിധ ഉറപ്പും ഇല്ല. നല്ലോണം നടക്കാനുണ്ട്. നമ്മൾ ശ്രമിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ നടക്കാറില്ല പൊതുവേ. ഇതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ പുറത്തായിരുന്നു നിന്നിരുന്നത്. വണ്ടിയൊക്കെ വന്ന് ഇതാക്കുകയാണ്. ഗ്യാസ് വണ്ടിയാണത്. മുമ്പ് നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഓട്ടോക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ കാണും, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇനി കാണാൻ ആഗ്രഹമുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ആകെ എനിക്ക് 5-6 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഒന്നിവണ് 2 അവർ. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമുക്കിങ്ങനെ എല്ലാവരും ചെറുതിൽ നിന്നാണല്ലോ വലുതിലേക്ക് എത്തുന്നത്. അതെ അതെ. വണ്ടി പിടിച്ചേനായിരുന്നു. നോ പ്രോബ്ലം. എല്ലാവരും വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഒന്നുകൂടെ പറ. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. അതെ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വ്ളോഗ് എടുക്കുന്നത്. കൈക്ക് നല്ല വേദനയുണ്ട്. വ്ളോഗേഴ്സിനെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. അവരെത്ര നേരമാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇനി കുറച്ച് നേരം ആഷ്ലി ജോസഫ് പിടിക്കും. തലയിലടിച്ച് ഗൈസ്, എൻ്റെ തലയിൽ. ഗൈസ് ഞാൻ മടുത്തു ഗൈസ്. ഇത്ര നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ മടുത്തു. ഇത് എഡിറ്റ് ചെയ്യാതെ എന്തൊക്കെയാണ് നടന്നത് അതുപോലെ തന്നെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതാക്കിട്ട് തന്നെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഭയങ്കര സ്ലോ ആണ് ഗൈസ്. അതെ, ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ്. നമുക്ക് എന്തായാലും നമുക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. അടി ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്താറായി. നമ്മൾ ടൈമിങ്ങിനാണ് വന്നേക്കുന്നത്. 44-45 ആയിട്ടുള്ളൂ. നമ്മളൊരു വെള്ളവും ഒരു ബന്നും, ഞാൻ ഒരു ആപ്പി ഫിസ് പോണക്കത്തെ ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു കേക്ക് മേടിച്ചു. അപ്പോൾ നമ്മൾ ടൈമിങ്ങിന് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫ്രാൻസിനെ കാണിച്ചു തരാം. ഫ്രാൻസ് പട്ടിമുള്ളുന്നു ഗൈസ്. ഇവിടെ പശുമ്പോ ഉറങ്ങുവാണ്. ഇവിടെ അങ്ങ് പട്ടിക്കൂട്ടങ്ങളാണ് ഗൈസ് മൊത്തം. എൻ്റെ ഫ്രണ്ട്സ് പോകുന്നു. 2 പട്ടികളാണ്. 2 പട്ടികളാണ്. ഇവിടെ ഉള്ളവർക്ക് ചുമ്മാ പോകണടിക്കും. അത് അവരുടെ ഒരു ഹോബിയാണ്. പിന്നീട് അടുത്തൊരു കടയാണിത്. സൂപ്പർ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. എന്താ വാസനയുണ്ട്. ഇപ്പോൾ 2 ചുണ്ടാപ്പികൾ. ഡിങ്കു മിങ്കു കണ്ടോ? അവർക്ക് അറിയാം അവരാ ഡിങ്കു മിങ്കു. അതാണ് അവർ തിരിഞ്ഞ് നോക്കിയത്. ഗൈസ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്റ്റിക്ക് മേടിക്കണം. എൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഹോസ്റ്റൽ. കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം എൻ്റെ റൂം ടൂർ നടത്താം. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വശം. ടൈം ആയിട്ടില്ല, അതുകൊണ്ട് ആൻറ്റി ഗേറ്റ് പൂട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കോലം ഇട്ടിട്ടുണ്ട്. ഹാപ്പി ദീപാവലി എഴുതിയിട്ടുണ്ട്. ആഷ്ലി ജോസഫ് പട്ടി. ഇതാണ് നമ്മുടെ വാദം ആൻറ്റി. ഇതാണ് മെയിൻ കോലം. ദീപമൊക്കെ ഉണ്ട്. നൈസായിട്ടാണ് ഇട്ടിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ വാർഡൻ ആൻറ്റി, ഞങ്ങൾ മുമ്പ് പറഞ്ഞ ആൻറ്റി. ഇവിടാണോ ദീപാവലി പ്രോഗ്രാം അതോ കോളേജിലോ? ആൻറ്റി ഹായ് മാഡം. ഇല്ലേ, യൂട്യൂബ് ചാനൽ. ഹായ്, ലക്ഷ്മി അമ്മ. this is our ലക്ഷ്മി അമ്മ. This is ലക്ഷ്മി അമ്മ, sweet girl. This is our Look വാർഡൻ. good. This is our വാർഡൻ ആൻറ്റി. ഇത് ഡിങ്കു മിങ്കും. മിങ്കുവിന് ഭയങ്കര ചിരിയാണ്. സാഷ്ലി ജോസഫ്.